ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു. ഞാൻ നാട്ടിലെത്തി. വിഷുവൊക്കെ ആയതുകൊണ്ടും പിന്നെ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ തെയ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിഷുവിൻ്റെ 2 ദിവസം മുന്നേ നാട്ടിലെത്തി. അപ്പം ഞാനും അച്ഛനും കൂടി രാവിലെ തന്നെ പയ്യന്നൂരേക്ക് പോവുകയാണ്. പയ്യന്നൂർ എന്തൊക്കെയോ ചെറിയ ചെറിയ ആവശ്യങ്ങളായിട്ട് അച്ഛൻ പോകുന്നു. ഞാൻ പോകുന്നത് ഒരു ഹെയർ കട്ട് ചെയ്യാനാണ്. ഞാൻ കുറേ നാളായി വിചാരിക്കുന്ന ഒരു ഹെയർ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷുവൊക്കെ അല്ലേ, അപ്പോൾ ഒരു മാറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ പോകുന്നത് ഹെയർ കട്ട് ചെയ്യാനാണ്. ഞാനിങ്ങനെ പയ്യന്നൂരേക്ക് കൂടി പോകുമ്പോൾ വിചാരിക്കുമായിരുന്നു, ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ എത്ര സമയമെടുക്കും, നാട്ടിലാണെങ്കിൽ അധികം ബ്ലോക്കും കാര്യങ്ങളും അങ്ങനെ ട്രാഫിക്കൊന്നും ഇല്ലാന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ തിരിച്ചു വരുന്ന സമയം ഞാൻ കുറേ നേരം ട്രാഫിക്കിൽ പെട്ടുപോയി. വിഷുവിൻ്റെ തിരക്കൊക്കെ ആയിട്ട് എല്ലാവരും സാധനം വാങ്ങാനും എന്തായാലും വിഷു ഷോപ്പിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പം അതിൻ്റെയൊക്കെ തിരക്കാണെന്ന് തോന്നുന്നു. സാധാരണ അങ്ങനെ നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് പ്രജീസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലേക്കാണ്. ഇത് പയ്യന്നൂർ നമ്മളെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ വരുന്ന ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ഞാൻ അവിടെ സലൂണിൽ പോയിട്ട് ഞാൻ ഹെയർ കട്ട് മാത്രമല്ല ഹെയർ കളറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുന്നേ കോളേജ് കഴിഞ്ഞ ഉടനെ ഞാൻ കളറിങ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന പോലെ തോന്നി. എല്ലാവരും നല്ല കോംപ്ലിമെൻറ്റ്സ് ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി ഞാൻ അങ്ങനെ, അതിനുശേഷം ഇപ്പോൾ ഏകദേശം 4 വർഷത്തിൽ കൂടുതലായി അങ്ങനെ ഹെയർ കളേഴ്സൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഞാൻ വെച്ചു ഇപ്രാവശ്യം ഒരു ഹെയർ കളറും കൂടി ചെയ്യാം. അതുകൊണ്ട് ഞാൻ നേരെ പോയത് ഇവിടെ പ്രജീസിൽ വന്നിട്ട്. എനിക്ക് ആദ്യം കുറച്ച് കൺഫ്യൂഷനായിരുന്നു ഏത് കളർ ചെയ്യണം എന്ന്. കാരണം എനിക്കൊരു ചോക്ലേറ്റി കളറും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റി അങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളറ്, അല്ലെങ്കിൽ ബർഗണ്ടീൻ്റെ എന്തെങ്കിലും റെഡ് കളറായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. പിന്നെ അവിടെ പോയി കളേഴ്സൊക്കെ നോക്കിയപ്പോൾ എനിക്ക് റെഡ് കണ്ടപ്പോൾ പിന്നെ പേടിയായി, നല്ല കളറായി പോകും. എനിക്കാണെങ്കിൽ അധികം കളറും വേണ്ട. കാരണം വെച്ചാൽ ചില സമയത്തൊക്കെ എനിക്ക് അധികം കുറച്ച് ബ്ലാക്ക് കളറായിരിക്കും, ലൈക്ക് ബ്ലാക്ക് കളറിലെ ഹെയർ ആയിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. ചില സമയം വിചാരിക്കും ഇടയ്ക്ക് അങ്ങനെ ഒരു കളർ വേണം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഗ്ലോബലി കളർ ചെയ്യുന്നതിനോട് അങ്ങനത്തെ ഒന്നും എനിക്ക് അധികം താല്പര്യമില്ല. എനിക്കിങ്ങനെ സ്ട്രീക്സ് കളർ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ 8 സ്ട്രീക്സ് ആണെന്ന് തോന്നുന്നു ചെയ്തത്. 8 സ്ട്രീക്സ് ആണ് അവിടുന്ന് ചെയ്തത്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത കളറിൻ്റെ പേര് എന്തോ നമ്പർ ഞാൻ മറന്നുപോയി, 12C അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കളറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സമയം എന്തായാലും കളർ ചെയ്യാനെടുക്കും. കാരണം അവരിങ്ങനെ സ്ട്രീക്സായി എടുത്ത് അത് കളറ് തേച്ച് നമ്മൾ കുറച്ച് നേരം അത് അങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമല്ലേ കളറ് പിടിക്കില്ല. അപ്പോൾ ആദ്യം പോയാടും ഹെയർ വാഷൊക്കെ ചെയ്തു. എന്നിട്ടാണ് പിന്നെ നമ്മൾ സ്ട്രീക്സായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കളേഴ്സ് ചെയ്തത്. അങ്ങനെ കളറ് ചെയ്തതിന് ശേഷം പിന്നെ 1.5 hours അവിടെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ പിന്നത് വീണ്ടും വാഷ് ചെയ്ത് കളയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഫോണൊക്കെ നോക്കി ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ട് ഇതെന്താവും, എനിക്ക് ഭംഗി ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യമാണ് മുടിയിൽ എന്തെങ്കിലും ചെയ്യുക. അതായത് മുടിയിലൊരു എന്തെങ്കിലും ഒരു താജ്മഹൽ പണിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നും എന്തോ ഒരു ചേഞ്ച് വന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം, എനിക്ക് അത്യാവശ്യം ലോങ് ഹെയർ ഉണ്ടായതാണ്, ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെ വന്നിട്ടാണ് എൻ്റെ മുടി നല്ല ഷോൾഡർ ലെങ്ത് അല്ല അതിലും മുകളിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഏതായാലും കുറച്ച് നാളായില്ലേ, ഏകദേശം 1 വർഷത്തോളമായിട്ട് അങ്ങനെ മുടിയിലൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇപ്രാവശ്യം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹെയർ കളറും ഹെയർ കട്ടിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കളറൊക്കെ തേച്ച് ഒരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഹെയർ വാഷ് ചെയ്തത്. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം അവർ പിന്നെ ഡ്രൈ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം പോയത്. അപ്പോൾ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ ഞാൻ ലെയേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ട് ഷോർട്ടാക്കിയ സമയത്ത് ഞാൻ അങ്ങനെ ഒരു പ്രത്യേകം ഹെയർ സ്റ്റൈലിങ് കട്ടിങ് ഒന്നല്ല ചെയ്തത്, ജസ്റ്റ് ലെവൽ ചെയ്ത് മുറിക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് നാളായി അങ്ങനെ ഒരു ലെയേഴ്സോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ലെയേഴ്സ് കട്ട് ചെയ്യുകയും ചെയ്തു, ഹെയർ കളറിങ്ങും ചെയ്ത് നല്ലൊരു മാറ്റം എനിക്ക് തോന്നി. എൻ്റെ കളറൊക്കെ കാണുന്നുണ്ട് ഞാൻ തോന്നുന്നു, ഞാനിങ്ങനെ നോക്കുക അത് കാണുന്നില്ലേ, നല്ലോണം കാണുന്നുണ്ട്. എനിക്കത് കളർ വേണം, പക്ഷേ അങ്ങനെ നല്ലോണം കാണാനും പാടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓട്ടോയിൽ നേരെ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഇത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അവൾ ഓൾറെഡി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ഒരു ഫ്രഞ്ച് ഫ്രൈസും ലൈമൊക്കെ കഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേഗം പോയി നമ്മൾ പയ്യന്നൂർ സ്റ്റീക്ക് ഹൗസിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് നിക്കിത്ത.
നമുക്ക് ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ, അതായത് എല്ലാ ദിവസവും നമ്മൾ വിളിച്ചില്ലെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് അതുപോലത്തെ ഒരു ഫ്രണ്ടാണ് എനിക്കിവൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന അല്ലെങ്കിൽ ആഴ്ചകളിൽ സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, വല്ലപ്പോഴാണ് കാണുക, വല്ലപ്പോഴാണ് സംസാരിക്കുക. ആ സംസാരിക്കുന്ന സമയം നമുക്ക് എവിടെയാണോ നമ്മൾ മുന്നേ പറഞ്ഞു നിർത്തിയത് അവിടുന്ന് തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ വളരെ മോശപ്പെട്ട സമയത്താണെങ്കിലും ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നിക്കിത. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ തറവാട്ടിൽ തെയ്യമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയത് തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ്. എപ്പോൾ ആണെങ്കിലും, അതായത് എവിടെയാണെങ്കിലും എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് തെയ്യം കാണാൻ വരിക എന്നുള്ളത്. എനിക്കത് ഒരിക്കലും മിസ് ചെയ്യേണ്ടെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എവിടെ പോയാലും നമുക്ക് തെയ്യത്തിൻ്റെ സമയമാകും അല്ലെങ്കിൽ തറവാട്ടിൽ തെയ്യാവുന്ന സമയം തെയ്യം കാണാൻ വരണം എന്നുള്ളത് എനിക്ക് അത്രയും ആഗ്രഹമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് 2-3 ദിവസം ഓൾറെഡി വിഷുവിന് ലീവ് എടുക്കുന്നുണ്ട്. എന്നാൽ കൂടി എക്സ്ട്രാ ഒരു 2-3 ദിവസം ലീവ് എടുത്തിട്ടാണ് ഞാൻ തെയ്യം കാണാൻ വേണ്ടി വന്നത്. ഇതിപ്പം സന്ധ്യക്ക് വെള്ളാട്ടമാണ് നടക്കുന്നത്. ഈ തെയ്യമല്ല, നാളെയാണ് ഇതിൻ്റെ തെയ്യം ഉണ്ടാവുക. അപ്പോൾ നമ്മളങ്ങനെ വെള്ളാട്ടമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാരെ വരെ ഒരുപാട് തരത്തിലുള്ള പരിപാടികളുണ്ടായിരുന്നു, പാട്ടും ഡാൻസും. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചധികം സമയം നമ്മൾ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിട്ട് ഞാൻ തിരുവാതിര കളിച്ച്. അപ്പം നമ്മളതേ ടീമാണ് ഇവിടെ തിരുവാതിര കളിച്ചത്. എനിക്ക് കുറച്ച് പണീൻ്റെയൊക്കെ തിരക്കില്ലത് കാരണം എനിക്ക് ഇപ്രാവശ്യം കളിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജസ്റ്റ് പിന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ പിന്നൽ കൊണ്ട് ഊഞ്ഞാലുണ്ടാക്കി കൃഷ്ണനെ ആട്ടിയിട്ടായിരുന്നു നമ്മൾ തിരുവാതിര അങ്ങനെ ഉണ്ടായത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് തോറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. അതുകൊണ്ട് നമ്മൾ 1-2 തോറ്റം കണ്ടു. അവിടുത്തെ മെയിൻ തെയ്യം കേളംകുളങ്ങര ഭഗവതിയാണ്. അപ്പം ഭഗവതീൻ്റെ തോറ്റവും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. രാത്രി ഏകദേശം ഒരു 1:30 മണിയായിട്ടുണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേളംകുളങ്ങര ഭഗവതീൻ്റെ തോറ്റം. അങ്ങനെ തോറ്റവും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുലർച്ചയ്ക്ക് 6 മണിക്ക് തന്നെ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ ചാമുണ്ടിയും അതുപോലെ തന്നെ പുതിയവതിൻ്റെ പുറപ്പാടൊക്കെ കണ്ട് പിന്നെ വീണ്ടും തിരിച്ചു പോയി അവിടുത്തെ മെയിൻ തെയ്യമായിട്ടുള്ള കേളംകുളങ്ങര ഭഗവതീൻ്റെ പുറപ്പാടും ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ അന്നദാനവും എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എനിക്ക് അധികം ഉച്ചക്കൊക്കെ നല്ല ആൾക്കാരും തിരക്കും എല്ലാം ആയതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് കേളംകുളങ്ങര ഭഗവതി എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിഷു വിശേഷങ്ങളും ഒക്കെ ആയിട്ടെൻ്റെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.